കഴിഞ്ഞ 10 വർഷക്കാലം പിണറായിയും മകളും ഭാര്യയും ചേർന്ന് നടത്തിയ എല്ലാ വിദേശ യാത്രകളുടെയും അവസാനം എവിടെയായിരുന്നു? ദുബായ്. എല്ലാ വിദേശ യാത്രകളുടെയും ദുബായിൽ പോകാതെ ഒരു യാത്രയും അവസാനിപ്പിച്ചിട്ടില്ല. ഇങ്ങോട്ട് പ്രധാനമായി ഇങ്ങോട്ട് വരുമ്പോൾ ദുബായിൽ മകന്റെ അവിടെ തങ്ങിയ ശേഷം മാത്രമേ വരികയുള്ളൂ. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. സരിത നായർ എന്ന ഒരു പാവം തട്ടിപ്പുകാരിയുള്ള നമ്മൾ ക്ഷമ ചോദിക്കണം. കാരണം സരിതയുടെ തട്ടിപ്പൊക്കെ എത്രയോ നിസാരം. വീണയുടെ തട്ടിപ്പാണ് ബിരിയാണി ചെമ്പിലെ കടത്ത് നമ്മൾ ഒന്നുകൂടി ഗൗരവമായി ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യമുള്ളൂ. എനിക്കതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനപ്പെട്ടു. എനിക്ക് ഏറ്റവും കഷ്ടം തോന്നുന്ന എം വി ഗോവിന്ദന്റെ കാര്യമാണ് കേട്ടോ. ഇന്ന് മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു ഒരു കാർട്ടൂൺ കണ്ടു. കാരണം അദ്ദേഹം അലക്കി വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയും ആദ്യം വരുന്നു ഈ പറഞ്ഞ രീതിയിൽ ഒരു ഇഡിയുടെ SFIയുടെ റിപ്പോർട്ട് വരുന്നു, 2.75 കോടി. ഓക്കെ, അവിടെ ഇരുന്ന് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നാലെ അടുത്തതാ കൊണ്ടിട്ടിരിക്കുന്നു ഫെമ. ഇനി വരാൻ പോകുന്നത് CBI പോലുള്ള സംവിധാനങ്ങളാണ്. നിർത്തി പണി തരണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ആവശ്യം എന്നുള്ളതാണ് ഇപ്പോൾ ആ കാർട്ടൂണിൽ കാണുന്നത്. എന്തായാലും കേരളത്തിലെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിന് ഇതുപോലെ നാണം കെട്ടൊരു കാലം പിണറായി വിജയൻ സമ്മാനിച്ച നാണം കെട്ട കാലം മറ്റൊരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയധികം ഒരു രാഷ്ട്രീയ സംവിധാനത്തെ ഇത്രയധികം തറയിലേക്ക് വലിച്ചിഴച്ച് സ്വന്തം മകൾക്കും മരുമകനും വേണ്ടി ഈ പറയുന്ന സംവിധാനത്തെ മുഴുവൻ ദുരുപയോഗം ചെയ്ത് ആ പാർട്ടിയിലെ സാധാരണക്കാരായ ആളുകളെ തെരുവിലിറങ്ങി തല്ലുകൊള്ളാനും ഈ പറഞ്ഞ രീതിയിൽ വലിയ ക്രിമിനൽ കേസുകളിൽ അകത്ത് കിടത്താനും ഒക്കെ കാരണക്കാരനായ ഈ നേതാവ് ഈ രാഷ്ട്രീയ സംവിധാനത്തെ അതുകൊണ്ട് പൂർണ്ണമായും അധപ്പതിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിൽ മറുപടി വരും ദിവസങ്ങളുണ്ടാകും. എന്തായാലും എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഇത് ED അന്വേഷണത്തിൽ എന്തായാലും നിൽക്കില്ല എന്നുള്ളത് നമ്മൾ ആദ്യഘട്ടം മുതൽ പറഞ്ഞതാണ്. കാരണം ഈ പറഞ്ഞ രീതിയിൽ രാജ്യവിരുദ്ധമായ ഹവാല ഡീലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കപ്പുറത്തേക്ക് ക്രിമിനൽ ബന്ധങ്ങൾ അന്വേഷിക്കേണ്ടി വരും. കാരണം ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് തീവ്രവാദ ഫണ്ട് ഒഴുകുന്നു എന്നുള്ളത് പുതിയ കാര്യമൊന്നുമല്ല. അത് എത്രയോ കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മാർഗങ്ങളിലൂടെയാണോ ഈ ഫണ്ടുകൾ വന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ മകൾക്ക് എങ്ങനെയാണ് തീവ്രവാദ ഹവാല സംഘങ്ങളുമായി ബന്ധം വരിക എന്നുള്ള ചോദ്യമാണ്. മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വിമാനത്താവളം വഴി ഗ്രീൻ ചാനൽ വഴി പലപ്പോഴും ആയിരിക്കില്ല വരുന്നത്. അന്ന് നടത്തിയ ഓരോ യാത്രയിലും കൊണ്ടുവന്ന കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം പോയാൽ ഇത് കേരളം തന്നെ ഞെട്ടുന്ന ഒരു അന്വേഷണം. ഇതിനകത്ത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത നമ്മൾ തന്നെ ഇന്നലെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1.2 ലക്ഷം കോടി, ഒരു 1.2 ലക്ഷം കോടിയുടെ ഇടപാടുകൾ ഇപ്പം സെൻട്രൽ ഏജൻസികളുടെ റഡാറിലാണ്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് അയച്ച ഈ തുകകളുണ്ടല്ലോ സാർ, അതുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഇപ്പൊ കൃത്യമായി തന്നെ സെൻട്രൽ ഏജൻസികൾ അതിന്റെ പുറകെ തന്നെയാണ്. ഇതും അതിന്റെ ദുബായ് ഉണ്ട്, സിംഗപ്പൂരുണ്ട്, അങ്ങനെയുള്ള പല രാജ്യങ്ങളിലേക്കുമുള്ള ഇടപാട്.